അപ്പൊ നമുക്ക് ബഡ്ജറ്റ് എത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മൾ 50,000 തൊട്ട് 20 ലക്ഷം വരെയുള്ള വണ്ടികളുണ്ട്. അപ്പൊ എല്ലാത്തരം സെഗ്മെന്റിലും വാഹനങ്ങൾ അവൈലബിൾ ആണ്. അപ്പൊ എന്തായാലും നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ എവിടെ വരുന്നത്? കാളത്തോട് ജുമാപ്പള്ളിക്ക് ഓപ്പോസിറ്റ് തൃശ്ശൂര്. അപ്പൊ ലോ ബഡ്ജറ്റിൽ നല്ലൊരു കാറാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ നമ്മുടെ അടുത്ത് ആ ടൈപ്പ് വാഹനം ഉണ്ടല്ലേ? ഇത് 2007 മോഡല് വാഗനർ LXA ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കുന്ന ഈ വാഹനം വെറും 85,000 കിലോമീറ്റർ ഓടി ഉള്ളൂ. നമ്മൾ ഇതിന് ചോദിക്കുന്ന വില വെറും 75,000 രൂപ ഉള്ളൂ. 75,000 രൂപ അത്രേ ഉള്ളൂ. നമുക്ക് പേപ്പേഴ്സ് ക്ലിയർ ആണോ? എല്ലാം ക്ലിയർ, എല്ലാം പക്കയാണ്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങൾ ഇല്ലാത്തതിന്റെ പേരിലാണ് ഷോറൂമിൽ ഇട്ട് നമ്മൾ വാഹനം സെയിൽ ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. ഇത് 2018 മോഡല് വാഗനർ VXA ഓട്ടോമാറ്റിക് ആണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന ഈ വാഹനം വെറും 1 lakh ഓടിയിട്ടുള്ളൂ. ഞങ്ങൾ ഇതിന് 1 year വാറന്റി കൊടുക്കുന്നുണ്ട്. 1 വർഷം വാറന്റി കൊടുക്കുന്നുണ്ട്. അപ്പൊ പിന്നെ പേടിക്കാത്ത വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാൻ അറിയേണ്ടത് ഇതിന് പ്രൈസ് ആണ്. ഇതിന് ചോദിക്കുന്ന വില 4,05,000 രൂപയാണ്. 4,05,000 രൂപയാണ് ചോദിക്കുന്നത്. മാക്സിമം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. മാക്സിമം ലോൺ കൊടുക്കാം. ഇത് 2018 മോഡല് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഈ വാഹനം വെറും 80,000 കിലോമീറ്റർ ഓടിയുള്ളൂ. ഇതിന് നമ്മൾ ചോദിക്കുന്ന വില 3,30,000 രൂപയാണ്. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. മാക്സിമം ലോൺ ചെയ്യാം. 1 വർഷം വാറന്റി കൊടുക്കാം. 1 വർഷം വാറന്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ വേറെ കംപ്ലൈന്റ് കാര്യങ്ങൾ ചോദിക്കേണ്ട. 20,000 രൂപയാണ് നമ്മൾ ഈ വണ്ടി ഇറക്കി കൊടുക്കും. ഡൗൺ പേയ്മെന്റ് ഈ വാഗനർ ഡീറ്റെയിൽസ് ആണ്. ഇത് 2012 മോഡല് വാഗനർ LXA. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന ഈ വാഹനം വെറും 66,000 കിലോമീറ്റർ ഓടിയുള്ളൂ. നമ്മൾ ചോദിക്കുന്ന വില 2,15,000 രൂപ. 2,15. ഇത് ലോണും കൊടുക്കൂട്ടാ. ലോൺ കൊടുക്കും. പിന്നെന്താ, ഇത് 2013 മോഡല് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഈ വാഹനം വെറും 1 lakh ഓടിയിട്ടുള്ളൂ. നമ്മൾ ചോദിക്കുന്ന വില 2,55,000 രൂപ. 2,55. പിന്നെന്താ, ലോൺ കിട്ടും. 10-30,000 ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കി നമുക്ക് ലോൺ ചെയ്യാൻ. നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ്. ഈ ഒരു ടൈപ്പ് വാഗനറിന്റെ ഇപ്പോഴും ആവശ്യക്കാർ ഏറെ ഉണ്ട്. ഈ ഓൾട്ടോ 800 ഡീറ്റെയിൽസ് തന്നെ. ഇത് 2016 മോഡലാണ്. വെറും 94,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതിൽ ചോദിക്കുന്ന വില 2,30,000 രൂപയാണ്. 2,35. 15,000 ഡൗൺ പേയ്മെന്റ് വണ്ടി ഞാൻ നാളെ ഇറക്കി തരും. ഈ ഓൾട്ടോ 800 ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് 2018 മോഡല് ഓൾട്ടോ 800 VXA ആണ്. LXA അല്ലട്ടാ, VXA ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇത് ആകെ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുകയാണെങ്കിലും ആകെ 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതിന്റെ ചോടെ ഓടിയിട്ടുള്ളൂ. ഇത് നമ്മൾ ചോദിക്കുന്ന വില 2,90,000 രൂപ. ഇത് 2019 മോഡല് ഓൾട്ടോ 800 LXA ആണ്. വെറും സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുകയാണെങ്കിൽ ആകെ 50,000 കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുള്ളൂ. ഇത് നമ്മൾ 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് അവൈലബിൾ ആണ്. അതെ. കൂടാതെ ഇതിൽ ചോദിക്കുന്ന വില 3,25,000 രൂപയുള്ളൂ. 20,000 രൂപ വണ്ടി ഇറക്കി തരാം. വണ്ടി ഇറക്കി കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോ നിങ്ങൾ ഒരു ഓട്ടോമാറ്റിക് വാഹനം അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നതാണെങ്കിൽ നിങ്ങൾക്കുള്ള വാഹനമാണ് മഹീന്ദ്ര സെലീറിയോ. ഇത് 2016 മോഡല് സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന ഈ വാഹനം വെറും 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ക്ലീൻ വണ്ടി, നീറ്റ് ആൻഡ് ക്ലീൻ. ആക്സിഡന്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് എത്ര? ചോദിക്കുന്ന വില 3,70,000 രൂപ ചോദിക്കുന്നത്. ഇതിൽ അത്യാവശ്യം ആക്സസറീസും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. കണ്ട, ഡാഷ് ക്യാമറ, ഈ സംഭവം ടച്ച് സ്ക്രീൻ, ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. മാക്സിമം ലോൺ ഇട്ട് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്യാം. മാക്സിമം ഒരു 50 രൂപ. ഇനി 30 നമ്മൾ കൊടുക്കും. നല്ല പ്രൊഫഷണൽ കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ഡൗൺ പേയ്മെന്റ് കുറക്കാൻ പറ്റും അത്രത്തോളം പേര് ചെയ്തു തരും. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇനിയിപ്പോ നിങ്ങൾ ഒരു മിനി SUV സെഗ്മെന്റിൽ ഒരു വാഹനം നോക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് നിസാൻ മാഗ്നൈറ്റ്. അതെ. ഇത് 2023 മോഡല് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഈ വാഹനം വെറും 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമ്മൾ ചോദിക്കുന്ന വില 6,80,000 രൂപ. ഇത് ഓട്ടോമാറ്റിക് മാനുവൽ, ഓട്ടോമാറ്റിക്, പെട്രോൾ ഓട്ടോമാറ്റിക്, മിനി SUV കാറ്റഗറിയിൽ പെടുന്ന വാഹനമാണ്. അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് വലിയ വാഹനം തന്നെയാണല്ലേ. എന്നാൽ നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 6,80,000 രൂപ. മാന്യമായ വിലയാണ് ചോദിക്കുന്നത്. ലോൺ എങ്ങനെ വരുന്നത്? മാക്സിമം 50 രൂപ. നമ്മളെല്ലാ വണ്ടിക്ക് കൊടുക്കണം 50 രൂപ അടച്ചാൽ മതി. വാറന്റി ഉണ്ട് കേട്ടോ. 1 year വാറന്റി ഉണ്ട്. അതർ ബ്രാൻഡ് വാഹനമാണ്. എന്നാലും കൊടുക്കാം. നല്ല വണ്ടിക്ക് നമ്മൾ വാറന്റി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് പേടിക്കാതെ നമുക്ക് യൂസർ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ നിങ്ങൾ ഒരു വിലക്കുറവിൽ ഒരു മീഡിയം ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു വാഹനമാണ് നോക്കുന്നെങ്കിൽ മഹീന്ദ്ര സെലീറിയോ സ്റ്റോക്ക് ഉണ്ട്. വൈശാഖ ഡീറ്റെയിൽസ്. ഇത് 2016 മോഡല് സെലീറിയോ VXA ഓട്ടോമാറ്റിക് ആണ്. 1,25,000 ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന ഈ വാഹനം നമ്മൾ ചോദിക്കുന്ന വില 3,40,000 രൂപ. 3,45. മാർക്കറ്റ് വിലയേക്കാൾ താഴ്ത്തിട്ട് നമ്മൾ കൊടുക്കുന്നത്. കിലോമീറ്റർ കുറച്ച് കൂടിയോണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു പ്രൈസ്. വേറെ മാക്സിമം ആക്സിഡന്റ് ഒന്നുമില്ല. കണ്ടീഷൻ വാഹനമാണ്. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുമോ? 30,000 അടച്ചു കഴിഞ്ഞാൽ വണ്ടി ഇറക്കി തരാം. അത്യാവശ്യം സ്റ്റൈലും പെർഫോമൻസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഹ്യുണ്ടായുടെ i20 ഏറ്റവും ബെസ്റ്റ് വാഹനമല്ല വൈശാഖ? പിന്നെന്താ, ബോഡി വെയിറ്റ് ആണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ്. ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നപ്പോ? ഇത് 2017 മോഡല് i20 ആസ്റ്റ പെട്രോൾ വേരിയന്റ് ആണ്. എന്നാലും നമുക്ക് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പെട്രോൾ മാനുവല് ആകെ 55,000 കിലോമീറ്റർ ഓടിയുള്ളൂ. നമ്മൾ ചോദിക്കണ വില 5,25,000 രൂപ. 5,25,000 ഇനിയിപ്പോ ഒരുപാട് ആവശ്യക്കാർ എപ്പോഴും എൻക്വയറി ചെയ്യുന്നതാണ് ഹോണ്ടയുടെ ജാസ് ഉണ്ടോന്ന്. നമ്മുടെ അടുത്ത് ഇത്തവണ നല്ലൊരു ജാസ് ആണ് സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. ഡീറ്റെയിൽസ്. ഇത് 2017 മോഡല് ജാസ് S എന്ന് പറഞ്ഞ വേരിയന്റാ. പെട്രോൾ വേരിയന്റ് ആണ്. അന്നേരം നല്ല അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. ബോഡി വെയിറ്റും അത്യാവശ്യം ക്വാളിറ്റിയിലുണ്ട്. ഇത് ചോദിക്കുന്ന വില നമുക്ക് 4,70,000 രൂപ.
ഇനി കിലോമീറ്റർ ആകെ 78,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റില്ല? മാക്സിമം ലോഞ്ച് ചെയ്യാം. സ്വിഫ്റ്റ് ഒക്കെ നോക്കി വരുന്നവർക്ക് ബെറ്റർ ഓപ്ഷൻ ആണ് ഹോണ്ട ജാസിലെ. ഹോണ്ട ജാസ് നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു സ്പെഷ്യലായിട്ട് നമ്മളോട് ചോദിക്കുന്നതാണ് ഹോണ്ട ജാസിന്റെ വീഡിയോ ചെയ്യാൻ. അപ്പൊ അത് അങ്ങനെ കിട്ടാറില്ല. ഇത്തവണയാണ് നല്ലൊരു വാഹനം ഒത്തു വന്നിട്ടുള്ളത്. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഇത് 2013 മോഡല് i10 എറ എന്ന് പറഞ്ഞ വേരിയന്റാ. സെക്കൻഡ് ഓൺഷിപ്പ് ആണ് നിൽക്കുന്നത്. എന്നാലും 78,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മേജർ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ചോദിക്കുന്ന വില 1,85,000 രൂപയാണ്. 1,85,000. നമുക്ക് 2 ലാഖിൽ ബഡ്ജറ്റിലൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാ. അതായത് അത്രയും ഒരു ചെറിയ എമൗണ്ടിന് ലോണും കാര്യങ്ങളൊന്നും വേണ്ട, റെഡി ക്യാഷിനൊക്കെ നല്ലൊരു വാഹനം നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. ലോൺ കിട്ടൂട്ടാ. ലോണും കിട്ടും. ചെറിയൊരു കാലയളവിൽ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഒരു മീഡിയം ബജറ്റിലുള്ള ഒരു കാറാണ് നോക്കുന്നെങ്കിൽ ഹ്യുണ്ടായുടെ ഗ്രാൻഡ് ഐറ്റം സ്റ്റോക്ക് ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് 2016-17 മോഡൽ ഗ്രാൻഡ് ഐറ്റർ ആണ്. സെക്കൻഡ് ഓൺഷിപ്പിൽ നിൽക്കുന്ന ഈ വാഹനം വെറും 56,000 കിലോമീറ്റർ ഓടിയുള്ളൂ. തട്ടലമുട്ടുള്ള റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നല്ല നീറ്റ് വണ്ടി. ഇന്റീരിയലൊക്കെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന വണ്ടിയാണ്. നമ്മൾ ചോദിക്കുന്ന വില 3,50,000. 350 മാക്സിമം ലോൺ ചെയ്യാം. പെട്രോൾ മാനുവൽ 2018 മോഡല് ടാറ്റ ടിയാഗോ. ഇതിന് ടോപ്പ് എൻഡ് മോഡൽ വണ്ടിയാണ്. ഇതാകെ 78,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പ് ആണ് കേട്ടോ. ഇനിയിപ്പോ നമുക്ക് 1 വർഷം വാറന്റി കൊടുക്കാം. മാക്സിമം ലോണും കൊടുക്കാം. മാക്സിമം ലോൺ ഉണ്ട്, 1 വർഷം വാറന്റി ഉണ്ട്. ഒരു യൂസർ എടുക്കുമ്പോൾ ഇതിനേക്കാൾ വലുതിനെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഡാറ്റ്സൺ റെഡി ഗോലെ. ഇത് 2016 മോഡല് സെക്കൻഡ് ഓൺഷിപ്പിൽ നിൽക്കുന്ന ഈ വാഹനം വെറും 58,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ മാനുവല്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ല? എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ്. ഈ ഓൾട്ട് എടുക്കാൻ വരുന്നവർക്ക് ബെറ്റർ ആണ്. അത്യാവശ്യം സീറ്റ് ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം മൈലേജും കിട്ടില്ലേ? നല്ല മൈലേജും ഉണ്ട്. ചോദിക്കുന്ന പ്രൈസ് ചോദിക്കുന്ന വില 1,55,000 രൂപയാണ് ചോദിക്കുന്ന വില. ചെറിയൊരു എമൗണ്ട് ആണ് ചോദിക്കുന്നത്. ആ ഒരു സെഗ്മെന്റിലൊക്കെ വാഹനം നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ്. ഇപ്പൊ നിലവിൽ നമ്മുടെ കാളത്തോട് ഷോറൂമിൽ സ്റ്റോക്ക് ഉണ്ട്. നിങ്ങൾ SUV സെഗ്മെന്റ് വാഹനങ്ങൾ നോക്കുന്നെങ്കിൽ 1, 2, 3 ഏകദേശം 15ഓളം വാഹനങ്ങൾ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. അതിലെ ഏറ്റവും രാജകീയമായ വണ്ടി MG ഹെക്ടർ 360 ക്യാമറ ടച്ച് സ്ക്രീൻ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് 2021 മോഡല് MG ഹെക്ടർ ബ്ലാക്ക് ഷാർപ്പ് എന്ന് പറഞ്ഞ എഡിഷൻ ആണ്. അതിലാണ് നമുക്ക് സൺറൂഫ് 360 ക്യാമറ ലൈവില് എല്ലാ സംഭവങ്ങളും ഈ വണ്ടിയിലുണ്ട്. ഒരു പ്രീമിയം സെഗ്മെന്റ് വാഹനം. പ്രീമിയം സെഗ്മെന്റ് പറഞ്ഞാൽ ഇതാണ് പ്രീമിയം സെഗ്മെന്റ്. പിന്നെ നമുക്ക് ഇതിന് ചോദിക്കുന്ന വില 13,30,000 രൂപ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. 68,000 കിലോമീറ്റർ ഓടിയുള്ളൂ. ഓട്ടോമാറ്റിക് മാനുവൽ വരുന്നത്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഹൈ ക്വാളിറ്റി വെഹിക്കിൾ ആണ്. 13,30,000 രൂപ. നമുക്ക് മാക്സിമം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റില്ല. എല്ലാ സംഭവം ചെയ്യാം. ഇത് 2022 മോഡല് റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. എന്നാലും കേരളത്തിൽ ഒരാളും ഇന്നോവ ക്രിസ്റ്റയ്ക്ക് വാറന്റി കൊടുത്തിട്ടുണ്ടാവില്ല. വണ്ടിക്ക് ആകെ കൊടുക്കുന്നത് മോട്ടോഴ്സാണ്. തപ്പിക്കോ. കാരണം കിലോമീറ്ററും കാര്യങ്ങളും വേറെ തട്ടലമുട്ടില്ലാത്ത കാരണമാണ് നമ്മൾ 1 ഇയർ വാറന്റി കൊടുക്കുന്നത്. കിലോമീറ്റർ 1,02,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ചോദിക്കുന്ന വില 18,80,000 രൂപ. 18,80 ചോദിക്കുന്നത്. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. മാക്സിമം ലോണും ചെയ്യാം. മാക്സിമം ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റും. മാരുതി കമ്പനിയിൽ പ്രീമിയം സെഗ്മെന്റ് വാഹനങ്ങളിൽ ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്ന വാഹനമാണ് ഗ്രാൻഡ് വിറ്റാറ. ഡീറ്റെയിൽസ് തന്നെ? ഇത് 2023 മോഡല് ഗ്രാൻഡ് വിറ്റാറ ആണ്. ഇത് നമുക്ക് സ്ട്രോങ് ഹൈബ്രിഡ് ആണ് കേട്ടോ. ഇതിൽ കുറെ വേരിയൻസ് വരുന്നുണ്ട്. സ്ട്രോങ് ഹൈബ്രിഡ്, മിഡ് ഹൈബ്രിഡ് ഒക്കെ ഉണ്ട്. ഇതിൽ ഏറ്റവും ടോപ്പ് എൻഡ് ആണ് ഈ കിടക്കണ സ്ട്രോങ് ഹൈബ്രിഡ്. മൈലേജ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം കിട്ടും. ഒരു 28 മേലെ മൈലേജ് ഉണ്ട്. പ്രീമിയം സെഗ്മെന്റ് വാഹനമാണ്, വലിയ വാഹനമാണ്. എന്നിട്ട് പോലും പെട്രോൾ എഞ്ചിനിൽ നമുക്ക് ഈ ഒരു മൈലേജും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഡീറ്റെയിൽസ് ബാക്കി? ഇത് 2023 ആയിട്ട് നമുക്ക് ആകെ 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതിന്റെ ചോടെ ഓടിയിട്ടുള്ളൂ. ഇതിന് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓൺഷിപ്പ് ആണ്. സിംഗിൾ ഓൺഷിപ്പ് ആണ്. കൂടാതെ 5 വർഷത്തെ എക്സ്റ്റൻഡ് വാറന്റി ഇവർ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് മാക്സിമം വാറന്റിയും കാര്യങ്ങളും എല്ലാം പുതിയ വണ്ടി എടുക്കണ പോലെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടും. ചോദിക്കുന്ന വില 16 ലക്ഷം. നമുക്ക് മാക്സിമം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. SUV സെഗ്മെന്റ് വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ SUV സെഗ്മെന്റ് വാഹനമാണ് പല കമ്പനികൾ നമ്മുടെ അടുത്തുള്ളത്. ഇത് മാരുതി ബ്രസ അല്ലേ? മാരുതി ബ്രസ ഡീസൽ VDI ഓപ്ഷനിൽ. ഡീസൽ വാഹനങ്ങൾ കമ്പനി നിർത്തിയോട് പോയിട്ട് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഡീസൽ വാഹനങ്ങൾക്കാണ്. ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ്? തൃശ്ശൂർ രജിസ്ട്രേഷൻ വണ്ടിയാണ് ഒന്നാമത്തെ കാര്യം. 2017 സിംഗിൾ ഓൺഷിപ്പ് ആണ്. 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമ്മൾ ചോദിക്കുന്ന വില 6,75,000 രൂപ. നമ്മൾ മാക്സിമം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ക കമ്പനി സർവീസ്. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. മാക്സിമം ലോൺ ചെയ്ത് നമ്പർ കാണിച്ചുമ്പോൾ ഇടണേ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്ററി ജെനുവിൻ ആണ്. നമ്മൾ ഹൈഡ് ചെയ്തിട്ടില്ല. എല്ലാം നമുക്ക് ഏത് സൈറ്റിൽ വേണമെങ്കിൽ നോക്കിയാലും നമുക്ക് അറിയാൻ പറ്റും. ഇത് 2022 മോഡല് ബ്രസ VXi ഹൈബ്രിഡ് ആണ്. മാനുവൽ ആണ്. നമ്മള് ആകെ ഓടിയിട്ടുള്ള കിലോമീറ്റർ 36,000 കിലോമീറ്റർ ഓടിയുള്ളൂ. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ മാനുവല്. ചോദിക്കുന്ന പ്രൈസ് ചോദിക്കുന്ന വില 8,30,000 രൂപയാണ്. നിങ്ങൾ XL6 പുതിയത് എടുക്കാൻ നിൽക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ പുതിയത് എടുക്കേണ്ട. നല്ല ലാഭത്തിൽ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു യൂസർ വന്നിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ? ഇത് 2023 മോഡല് ഏറ്റവും ടോപ്പിന്റെ, അതായത് ആൽഫ പ്ലസ് എന്നാണ് ഇതിൽ ഏറ്റവും ടോപ്പിന്റെ വേരിയന്റ് ഉള്ളൂ. ആ വേരിയന്റ് ആണ്. അതും ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്. ആകെ 26,000 കിലോമീറ്റർ ആണ് ഈ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ആണ്. ടോപ്പ് ആൻഡ് വേരിയന്റ് ആണ്. എല്ലാ ഫീച്ചേഴ്സും കാണാനൊക്കെ അടങ്ങിയിട്ടുള്ള നല്ല ഹൈ ക്വാളിറ്റി വെഹിക്കിൾ ആണല്ലേ? അത് നമുക്ക് ചോദിക്കുന്ന പ്രൈസ്? ചോദിക്കുന്ന വില 13,60,000 രൂപയാണ്. നമ്മൾ ഇട്ടിരിക്കുന്ന റേറ്റ്. നമ്മൾ മാക്സിമം ഡിസ്കൗണ്ടും കാണാനൊക്കെ കൊടുക്കുന്നുണ്ട്.
പിന്നെ നമുക്ക് വാറന്റി ഉണ്ടാവോ? പിന്നെ 3 വർഷം അഡീഷണൽ വാറന്റി ഉണ്ട്, പ്ലസ് 3 ഫ്രീ സർവീസ്. +3 ഫ്രീ സർവീസ്. അത് ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ഒരു പുതിയ വാഹനം എടുക്കുന്ന അതേപോലെ തന്നെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം. ഇത് 2016 മോഡൽ ഡസ്റ്റർ RXL എന്ന് പറഞ്ഞ വേരിയന്റാ. പിന്നെ ഇതിൽ 85 PS ആണ് വരുന്നത്. കംപ്ലൈൻസും കാര്യങ്ങളൊന്നും ഇല്ല. പെട്രോൾ വണ്ടി ആണെങ്കിലും അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 47,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 47,000 ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ലൊരു ഡസ്റ്റർ ആണ്. നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടി അല്ലേ? ചോദിക്കുന്ന പ്രൈസ് എത്ര? ചോദിക്കുന്ന വില 4,50,000 രൂപ. 450 മാക്സിമം ലോഞ്ച് ചെയ്യാൻ പറ്റില്ലേ? 50,000 തന്നാൽ മതി. 2023 മോഡല് ബ്രസ ZXA പ്ലസ്. അത് പറഞ്ഞാൽ ഡ്യൂൽ ടോണ വരിക. ഒന്ന് റെഡും ബ്ലാക്ക് ആയിട്ട് വരുന്ന വേരിയന്റ് ആണ്. പിന്നെ നമുക്ക് ഇത് നമ്മള് സൺറൂഫ്, അലൈവിയില് 360 ക്യാമറ എല്ലാം ഉണ്ട്. അതാണ് ZXA പ്ലസ് പറഞ്ഞത്. ടോപ്പ് എൻഡ് വേരിയന്റ്. പെട്രോൾ മേലാണ് വണ്ടി. കിലോമീറ്റർ എത്ര? കിലോമീറ്റർ 38,000 കിലോമീറ്റർ ഓടി. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഹൈ ക്വാളിറ്റി വെഹിക്കിൾ ആണ്. പോരാത്തതിന് ഇത് നമുക്ക് വാറന്റി കൊടുക്കാൻ പറ്റുമോ? 3 വർഷം വാറന്റി കൊടുക്കാം. 3 ഫ്രീ സർവീസും കൊടുക്കാം. പുതിയ വാഹനം എടുക്കുന്ന കസ്റ്റമർ എന്തുകൊണ്ടും അനുയോജ്യമാണെന്ന് പറയാൻ കാരണം ആ ഒരു വിശ്വാസത്തിൽ നമുക്ക് വാഹനങ്ങൾ എടുക്കാം. 3 വർഷത്തെ വാറന്റി പ്ലസ് 3 ഫ്രീ സർവീസും ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിലും കിട്ടുന്നതാണ്. ചോദിക്കുന്ന പ്രൈസ് ചോദിക്കുന്ന വില 11,30,000 രൂപയുള്ളൂ. 11,30,000. നിങ്ങൾ SUV സെഗ്മെന്റിൽ ഒരു ഡീസൽ വാഹനം നോക്കുകയാണെങ്കിൽ കിയയുടെ സോണറ്റ് നമ്മൾ സ്റ്റോക്ക്. അതെ, ഇത് 2020 ഡിസംബർ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന ഈ വാഹനം വെറും 42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഡീസൽ വണ്ടിയാണ്, ലോ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അതാണ് മെയിൻ ഹൈലൈറ്റ്. അതെ, കൂടാതെ 1.5 ആണ്, 6 സ്പീഡ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഫീച്ചേഴ്സ് ഇത് GTX പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ്. അതുകൊണ്ടാണ് നമുക്ക് സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അതാണല്ലോ ട്രെൻഡ്. അപ്പൊ നമ്മൾ ഇതിന് ചോദിക്കുന്ന വില 8,30,000 രൂപ. 8,30,000. പിന്നെ 1 വർഷം വാറന്റി കൊടുക്കുന്നുണ്ട്. 1 വർഷം വാറന്റി ഉണ്ട്. അതർ ബ്രാൻഡ് വാഹനമാണ്, എന്നിട്ട് പോലും നമ്മൾ 1 ഇയർ വാറന്റി കൊടുക്കുന്നുണ്ട്. ക്വാളിറ്റി ഉള്ള വണ്ടി ആയതുകൊണ്ട് മാത്രമാണ് മാക്സിമം ലോഞ്ച് ചെയ്യാൻ പറ്റും. പ്രീമിയം സെഗ്മെന്റ് വാഹനങ്ങൾ നോക്കുന്നവർക്ക് റേഞ്ച് റോവർ ആണ്. റേഞ്ച് റോവർ അല്ലാണ്ട് അത് ബ്രസ്സാണ്. 2018 മോഡല് ബ്രസ ZD ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ മാത്രം റേഞ്ച് റോവറിന്റെ കയറ്റിക്കാനല്ലേ അത്രേ ഉള്ളൂ. പക്ഷെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നമ്മൾ റേഞ്ച് റോവർ പോലെ തോന്നിക്കുന്നുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് തന്നെ. ഇത് സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന ഈ വാഹനം വെറും 1,25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമ്മൾ വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നമ്മളിതിന് ചോദിക്കുന്ന വില 6,95,000 രൂപ. 6,95. ഡീസൽ വാഹനമാണ്. ഇപ്പൊ ഡീസൽ വാഹനങ്ങൾക്കാണ് ഡിമാൻഡ് കൂടുതൽ. അത് ഓട്ടോമാറ്റിക് അത്യാവശ്യം അലവിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാ സംഭവം ചെയ്തിട്ടുണ്ട്.